ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നമ്മളുടെ കഴിഞ്ഞ മാസം മാർച്ച് മാസം നമ്മുടെ ജൂൺ മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ ജൂൺ മാസം 9, 10 തീയതികളിലാണ് നമ്മളുടെ ITI ഡിപ്ലോമ ലെവൽ എക്സാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഓൺലൈൻ ആണോ അല്ലെങ്കിൽ OMR തന്നെയാണോ എന്നുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് അവിടെ അപ്പൊ അവിടെ ഏറ്റവും അധികം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ 9-ാം തീയതി, ജൂൺ മാസം 9-ാം തീയതിയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ട്യൂസ്ഡേ, ചൊവ്വാഴ്ചയാണ്. അതെന്താ ഓൺലൈൻ എക്സാം ആയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു അപ്ഡേറ്റ്, നമ്മളുടെ ജൂൺ മാസം 9-ാം തീയതിയിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ എക്സാം ഓൺലൈൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് 9/6/2026 ട്യൂസ്ഡേ രണ്ട് ബാച്ച് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ബാച്ച് ആയിട്ട്. ബാച്ച് 1 എന്ന് പറയുന്നത് 8 മണി തൊട്ട് 11 മണി വരെയും, ബാച്ച് 2 എന്ന് പറയുന്നത് 10:45 തൊട്ട് 1:45 വരെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ബാച്ച് ഇറങ്ങി കഴിയുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് ബാച്ചിനെ അവര് ഉള്ളിലേക്ക് കയറ്റി വിടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ലീക്ക് ആവുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 8 to 11-ഉം 10:45 to 1:45 എന്നുള്ള രീതിയിൽ. ഓക്കെ, 4556 പേരാണ് കൺഫർമേഷൻ അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോ അതിന് മുന്നേ അവിടെ അപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് 6235 പേര് ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 4556 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അതേപോലെ ബൈ ട്രാൻസ്ഫറിൽ 4 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 4 പേരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് NCA റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇലക്ട്രീഷ്യൻ മുസ്ലിം കാറ്റഗറി 57 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. 66 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് ജൂൺ മാസം 10-ാം തീയതിയിലെ. ഓക്കെ, അത് നമ്മൾ ഇലക്ട്രീഷ്യൻ അതേപോലെ ലൈൻമാൻ ഓരോ ജില്ലകളിലേക്കും ഉണ്ട്. അതുകൂടാണ്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടും ഉണ്ട്. അപ്പൊ അത് ഏറ്റവും അധികം യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു ഇലക്ട്രീഷ്യൻ. അപ്പൊ അതില് 1251 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 1083 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലേക്ക് 1006 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 1149 പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി KW ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ 3236-ന്ന് 2691 കുറഞ്ഞിട്ടുണ്ട്. ഇതെന്താ, കോമൺ എക്സാം തന്നെയാണ്, OMR എക്സാം തന്നെയാണ്. പിന്നെ ആനിമൽ ഹസ്ബൻഡറിന്റെ കേസിലാണെങ്കിൽ 1095 കൺഫർമേഷൻ, 1291 പേര് അപ്ലൈ ചെയ്തിട്ടായിരുന്നു. ഓക്കെ, പിന്നെ അവിടെ കോഴിക്കോട് ജില്ലയിലേക്കാണ്. കണ്ണൂരേക്ക് അത് 393 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓയിൽ പാം ഇന്ത്യ സ്റ്റേറ്റ് വൈഡ് ആണ്. 82 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. ലൈൻമാന്റെ കേസ് പറയുകയാണെങ്കിൽ കോട്ടയത്ത് 2103, ഇടുക്കിയിൽ 835. അത് ഇടുക്കിയിൽ എനിക്ക് തോന്നുന്നു 1027-835 കുറഞ്ഞാണ്. മലപ്പുറത്ത് 1450, അത് 1840 ഉണ്ടായിരുന്നത്. കോഴിക്കോട് 1551, 1236 കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂര് അത് 736-ന്ന് 609 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു അപ്ഡേറ്റ് പറഞ്ഞാൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. 9-ാം തീയതി രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ വേറെ എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾക്ക് അവിടെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.